മാർച്ച് 31 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അക്കാസിയൂസ്, വിശുദ്ധ ബെഞ്ചമിൻ, വിശുദ്ധ ആമോസ്, വിശുദ്ധ തെയോഡൂളൂസ്, വിശുദ്ധ അനീസിയൂസ്, വിശുദ്ധ ഫെലിക്സ്, വിശുദ്ധ കൊർണേലിയ, വിശുദ്ധ സൽബീന. വിശുദ്ധ ബെഞ്ചമിൻ 424 കാലഘട്ടത്തിലാണ് വിശുദ്ധ ബെഞ്ചമിൻ ജീവിച്ചിരുന്നത്. സാപ്പോർ ദ്വിതീയൻ, തൃതീയൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് 4-ാം ശതാബ്ദത്തിന്റെ അന്ത്യത്തിൽ പേർഷ്യയിൽ ക്രിസ്തുമതമർദ്ദനം ഭീകരമായിരുന്നു. 421 ബെരാണസ് രാജാവ് നടത്തിയ മതപീഡനവും അതിഘോരമായിരുന്നു. പ്രസ്തുത മർദ്ദനത്തെപ്പറ്റി സമകാലികനായ തെയോഡോററ്റ് സമ്യക്കായി വിവരിച്ചിട്ടുണ്ട്. അനുവാചകരുടെ ഹൃദയം പിളർക്കുന്ന ഭീകരമർദ്ദനങ്ങളായിരുന്നു അവ. മുള്ളുകൊണ്ട് ശരീരത്തിൽ കുത്തിയും തൊലി പൊളിച്ചും മറ്റു പല വിധത്തിലുമൊക്കെ അവർ ക്രൈസ്തവരെ മർദ്ദിച്ചു. ബെരാണസ് രാജാവിന്റെ കാലത്ത് മർദ്ദിതനായ ഒരു 6-ാം പട്ടക്കാരനാണ് ബെഞ്ചമിൻ. ആദ്യം അദ്ദേഹത്തെ നന്നായി പ്രഹരിച്ചു, അതിനുശേഷം ജയിലിലടച്ചു. 1 കൊല്ലം കഴിഞ്ഞ് ക്രിസ്തുമതം പ്രസംഗിക്കരുതെന്ന താക്കീതോടുകൂടി ബെഞ്ചമിനെ സ്വതന്ത്രനാക്കി. ഒരു കാലത്ത് ലഭിച്ച ഭൃത്യനെ പോലെ സത്യം അടച്ചുപൂട്ടി വെക്കുകയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ബെഞ്ചമിൻ വീണ്ടും ക്രിസ്തുമതം പ്രസംഗിക്കുന്നുണ്ടെന്നറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു. ക്രിസ്തുവിനെതിരായ നിലപാട് ബെഞ്ചമിൻ സ്വീകരിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ ആജ്ഞ നൽകി. കൈകാലുകളുടെ വിരലുകളെ നഖങ്ങളുടെ കീഴിലുള്ള മാംസത്തിൽ മുള്ളുകുത്തി കയറ്റി വലിച്ചെടുത്തു. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു. മറ്റു മൃദുല ഭാഗങ്ങളിലും മുള്ളുകുത്തി കയറ്റിക്കൊണ്ടിരുന്നു. അവസാനം വയറിൽ ഒരു കുത്തി തറച്ച് കുടൽ ഭേദിച്ചു. അങ്ങനെ 424 അദ്ദേഹം രക്തസാക്ഷിത്വ മകുടം നേടി. വിശുദ്ധ എഫ്രൈം രക്തസാക്ഷികളെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് ഇന്ന് വിചിന്തനം ചെയ്യാം. തത്വശാസ്ത്രജ്ഞന്മാരുടെ വിജ്ഞാനവും സുപ്രസിദ്ധ പ്രസംഗകരുടെ വാഗ്വിലാസവും രക്തസാക്ഷികളുടെ ധീരസഹനങ്ങളുടെ മുൻപിൽ മൂകമാണ്. പരിശുദ്ധരായ രക്തസാക്ഷികളുടെ വിശ്വാസസ്ഥിരതയും പ്രസന്ന സഹനവും ദർശിച്ചിരുന്ന സ്വേച്ഛാധിപതികൾക്കും വിധികർത്താക്കൾക്കും തങ്ങളുടെ ആശ്ചര്യം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. കർത്താവായ ഈശോയെ, അനേകം രക്തസാക്ഷികൾ അതിക്രൂരമായ പീഡനം സഹിച്ചുകൊണ്ടാണ് അങ്ങയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്വന്തം ജീവൻ ത്യജിച്ചത്. ഞങ്ങളുടെ ഈ ജീവിതകാലത്ത് വിശുദ്ധ ബെഞ്ചമിനെ പോലെ നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ബെഞ്ചമിനെ ഈ അനുഗ്രഹത്തിനായി നിരന്തരം ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.